ഇന്ന് രാവിലെ തന്നെ രണ്ടുപേരെയും പുറത്തേക്ക് ഇറക്കിയിട്ട. കാരണം യഹിയ കിടന്ന് ഉറങ്ങണമായിരുന്നു. അപ്പോൾ 3 പേരെയും കൂടി ഇറക്കൽ നടക്കണ കാര്യമല്ല. 3 പേരും 3 വഴിക്ക് ഓടുമ്പോൾ എനിക്ക് പിടിക്കാൻ പറ്റാത്ത കാരണം ഞാൻ ഇവരെ ഒരാൾ ഉറങ്ങണമെങ്കിലോ അല്ലെങ്കിൽ 2 പേർ ഉറങ്ങണമെങ്കിലൊക്കെയാണ് കളിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുക. അപ്പോൾ 2 പേരും നല്ല കളിയിലാണ്. മഴ കാണുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ മഴ ഇറങ്ങിയപ്പോഴത്തേക്കും മഴയൊക്കെ തീർന്നു പോയി. അപ്പോൾ വീണിട്ടുണ്ട് ആൾ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അഗാപ്പിക്ക് കുഴപ്പമൊന്നുമില്ല ഉമ്മീന്ന് പറയണതാണ് കേൾക്കണത്. മഴയൊക്കെ തീർന്നെങ്കിലും അവരുടെ കളി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കയ്യിൽ മണ്ണായിട്ടുണ്ട്. അത് കഴുകുന്നതാണ് കാണുന്നത്. ചില സമയത്ത് ഭയങ്കര സ്നേഹപ്രകടനമാണ്. പക്ഷേ ഈ കെട്ടിപ്പിടുത്തങ്ങൾ ചില സമയത്ത് തല്ലുപിടുത്തത്തിലേക്ക് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ 2 പേരും ഭയങ്കര കളിയിലാണ്. കാരണം ഇറക്കിയപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് താമസിച്ച സ്ഥലത്ത് 2nd ഫ്ലോറിലായിരുന്നു ഇറക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇതാണ്. അപ്പോൾ അകത്തേക്ക് കയറ്റി അതിൻ്റെ കരച്ചിലാണ് കണ്ടത്. അപ്പോഴത്തേക്ക് യഹിയ എഴുന്നേറ്റിട്ടാ. ഇവർ 2 പേരും അകത്തേക്ക് കയറ്റിയപ്പോൾ ആ ബഹളം കേട്ടപ്പോഴത്തേക്കും യഹിയ എണീറ്റ്. പിന്നെ 2 പേരെയും കൂടി യഹിയയുടെ അടുത്തേക്കായിരുന്നു. ഇവർക്കാണെങ്കിൽ ഈ തൊട്ടിൽ 2 വയസ്സ് വരെ തൊട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണെങ്കിലും തൊട്ടിയിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ യഹിയാനെ തള്ളി മാറ്റി അവൻ കരച്ചിൽ തുടങ്ങി. അവൻ കയറി ഇരുന്നിട്ടാ. അപ്പോൾ അബ്രാം വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഉമ്മി യഹിയ കരയണേന്ന്. നമ്മുടെ യപ്പിന് ആകാം. അടുക്കളയിലേക്ക് കയറി പണിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമായിട്ട് 3 പേരുടെ ശബ്ദങ്ങളൊന്നും കേൾക്കണില്ല. നോക്കിയപ്പോൾ 3 പേരും കൂടി ടീച്ചറും കുട്ടിയായിട്ട് ഇങ്ങനെ പാപ്പാൻ്റെ ബുക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വായിച്ചും പഠിച്ചും ടീച്ചറും കുട്ടിയായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. നല്ല രസമുണ്ടായി കാണാൻ. ഒരാൾ ടീച്ചറും മറ്റാൾ ഒരു കുട്ടികളൊക്കെ ആയിട്ട്. ഇപ്പോൾ pre-KG പോയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിളിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഉമ്മീന്ന് വിളിച്ച് ഓടി വരും. അതുപോലെ അഭിനയിച്ചതാണ് കണ്ടത്. അപ്പോഴത്തേക്കും 2 പേർക്ക് ഉറക്കം വന്ന് പതിയെ 2 പേരെയും കിടത്തി. യഹിയ ഓൾറെഡി ഉറങ്ങി എണീറ്റത് കാരണം അവനിപ്പോൾ ഇനി ഉറങ്ങൂല. അപ്പോൾ 2 പേരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കാക്കമാരെ നോക്കി അങ്ങനെ കിടക്കാണ്. ബോറടി ആയിരിക്കും. 2 പേരും ഉറങ്ങിക്കഴിഞ്ഞാൽ യഹിയാക്ക് പിന്നെ കളിക്കാൻ കൂട്ടിനാരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആൾക്ക് ബോറടി ആയിരിക്കും. അപ്പോൾ